ഹലോ, ഇന്നത്തെ ഒരു വീഡിയോ കർക്കിടക സംക്രാന്തി പലഹാര വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ള ആദ്യത്തെ കർക്കിടക സംക്രാന്തിക്ക് ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൂവും പഴവും ഒക്കെ വളയൊക്കെ തട്ടിലാക്കി പിന്നെ കുറേ പലഹാരവും കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരും. അച്ഛനും അമ്മ എന്നില്ല, എല്ലാവരും എത്ര പേർക്ക് വേണമെങ്കിലും വരാം കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാട്ടോ. പക്ഷെ ഒന്നും മുടങ്ങരുത് എന്ന് എനിക്കുണ്ട്. അമ്മയ്ക്കും അച്ഛനും സെയിം തന്നെയാണ്. ഈ സംക്രാന്തി എന്ന് പറയുന്നത് അമ്മയായിട്ടും വിഷു എന്ന് പറയുന്നത് അച്ഛനായിട്ടുമാണ് കണക്കാക്കുക. അപ്പോൾ സംക്രാന്തി അതായത് എന്താ, നമ്മൾ ചിങ്ങമാസം എന്ന് പറയുന്നത് നമ്മുടെ മലയാള പുതുവർഷമാണല്ലോ. അപ്പോൾ വർഷത്തിന് ഒരുക്കം, അതായത് വർഷത്തിന് മുമ്പ് അമ്മ വന്ന് കാണുകയും ഈ മേടമാസം എന്ന് പറയുന്നത് വിഷു സമയം വർഷം അവസാനമാണല്ലോ. അപ്പോൾ അച്ഛൻ്റെ ആയിട്ട് അങ്ങനെയാണ് ഇത് രണ്ടും കണക്റ്റഡ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഇങ്ങനെ എത്ര പേർക്ക് വേണമെങ്കിൽ വരാം. നമ്മളിങ്ങനെ സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മഴക്കാലം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറയുന്നത് മഴക്കാലത്ത് ഇങ്ങനെ ആർക്കും ജോലി ഇല്ലാതെയൊക്കെ ഇരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പലഹാരമൊക്കെ ആയി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഈ മഴക്കാലത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ സംക്രാന്തി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രതീക്ഷയുടെ ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ, അതായത് കള്ളക്കർക്കിടകം പൊന്നിൻ ചിങ്ങം വാ അങ്ങനെയല്ലേ നമ്മൾ പറയുക. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് പൂവ്, മെഹന്തി, വള ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനതൊക്കെ ഇട്ടു. നമുക്കിത് എത്ര പേർക്ക് വേണമെങ്കിലും വരാട്ടോ. ഇങ്ങനെ വീട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് അമ്മാവൻ, അമ്മായി, ചെറിയമ്മ, ചെറിയച്ഛൻ, ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇത് പാലക്കാട് മാത്രമുള്ളൊരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇങ്ങോട്ട് അഖിലേട്ടൻ്റെ വീട്ടിലോട്ടൊന്നും ഈ ഒരു സംഭവമോ ആചാരങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഒന്നും മിസ്സാക്കരുത് എന്ന്. അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഫുഡൊക്കെ കഴിച്ച് പോയ ശേഷം എല്ലാം തുറന്നു നോക്കുകയാണ്. അപ്പോൾ പലവിധ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിയൊരു മാസം നമ്മൾ ഇരുന്ന് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതാണ് പലഹാരത്തിൻ്റെ വീഡിയോ ഒക്കെ കേട്ടോ, ഞാൻ ചുമ്മാ എടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ മെഹന്തി ഇടുകയാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ എൻ്റെ കല്യാണത്തിന് പോലും ഇത്ര ഭംഗിയിൽ മെഹന്തിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ. പക്ഷേ അഖിലേട്ടൻ നല്ല ഭംഗിയിൽ തന്നെ മെഹന്തി ഇട്ടുന്നു. ഞാൻ മറ്റേ കയ്യിൽ ഓൾറെഡി മെഹന്തി ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ശിവോതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു കർക്കിടകത്തിൻ്റെ ചില അതായത് ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ വേഗം 100K അടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കർക്കിടക മാസം നേരുന്നു. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, സ്റ്റേ ബ്ലെസ്ഡ്.